ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സ്പ്ലോറിംഗ് വൺ. അപ്പം എക്സ്പ്ലോറിംഗ് വണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു ഡിഷാണ്, അതായത് കൽത്തപ്പം. കണ്ണൂരുകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കൽത്തപ്പം. നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പച്ചരി 2 കപ്പ്, പുഴുക്കലരി 2 ടേബിൾ സ്പൂൺ, വെല്ലം ഒരു 300 ഗ്രാം, ചെറിയ ഉള്ളി 7-8 എണ്ണം, പിന്നെ തേങ്ങ ചെറുതായി അരിഞ്ഞത്, ബേക്കിംഗ് പൗഡറും ഉപ്പും. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യമായി പച്ചരിയും പുഴുക്കലരിയും കൂടെ അരച്ചെടുക്കുകയാണ് വേണ്ടുന്നത്. അതൊരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലേക്ക് നമ്മൾ ചെയ്തെടുക്കുക. അടുത്തതായിട്ട് വെല്ലം എടുത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് തിളപ്പിക്കാൻ വെക്കുക. അപ്പോൾ ഇത് നമ്മുടെ വെല്ലം ഇങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇത് ചെയ്യുമ്പോൾ തന്നെ ഒരു സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് അതൊന്ന് ഇളക്കി കൊടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും. നിങ്ങൾക്ക് കാണാം, അത് ഉരുകി വരുവാണ്. അപ്പോൾ നമ്മുടെ വെല്ലം ഏകദേശം ഇങ്ങനെ ഉരുകി ഇങ്ങനെ തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് മതിയാവും, ഈ ഒരു പരുവത്തിൽ ഉരുകിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് ചൂടോടെ നമ്മുടെ അരിയുടെ കൂട്ടിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശരിക്കും ഒന്ന് എല്ലാ ഇതിലും ഒന്ന് മിക്സായി വരുന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ അകത്ത് നമുക്ക് ബേക്കിംഗ് പൗഡറും കുറച്ച് ഉപ്പും ആഡ് ചെയ്യണം. ആവശ്യത്തിന് ആഡ് ചെയ്താൽ മതിയാവും. ശരിക്കും പറഞ്ഞാൽ ഈ വെല്ലം നമ്മൾ ഉപയോഗിക്കുന്നത് മധുരത്തിനനുസരിച്ചിട്ടാണ്. മധുരം കുറച്ച് വേണ്ടുന്നവർക്ക് വേണമെങ്കിൽ അത് കുറക്കാം, അതിൻ്റെ യൂസേജ്. അപ്പം നമ്മളൊരു കുക്കർ എടുത്തിട്ട് ഇനി ചൂടാകാൻ വെക്കുക. നല്ലോണം ചൂടാവണം. അപ്പം അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ചേർത്ത് നമ്മുടെ ഉള്ളിയും ചെറിയ ഉള്ളിയും തേങ്ങ അരിഞ്ഞ് വെച്ചതുണ്ടല്ലോ അതും ചേർക്കണം. ഓക്കെ, ഇത് നമുക്കിനി നല്ലൊരു ചൂടായ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് ചെയ്യണം. അപ്പം ഗോൾഡൻ കളർ ആയിക്കഴിഞ്ഞാലാണ് നമ്മൾ കൂട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. ഓക്കെ, ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൂട്ട് ഒഴിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് അത് അടച്ച് വെച്ച് ഇതിൻ്റെ അകത്ത് നിന്ന് സ്റ്റീം പോകും. നമ്മൾ ഇതിൻ്റെ അകത്ത് കുക്കർ വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല. അപ്പം ഇതിൻ്റെ അകത്ത് സ്റ്റീം പോകുന്ന ടൈം നമ്മൾ ഈ ഹൈ ഫ്ലെയിം വെച്ചിട്ടുള്ളത് സിമ്മിലേക്ക് ഇടുക, അതായത് ലോ ഫ്ലെയിം ആക്കി വെക്കുക. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും നേരിയൊരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ വേവ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇരുട്ടോ എന്തെങ്കിലും ഉപയോഗിച്ച്. അപ്പം അറൗണ്ട് ഒരു 5 to 8 മിനിറ്റ്സിനുള്ളിൽ
ആവേണ്ടതാണ്. അപ്പം നമ്മളിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ചെറിയൊരു പണി പാളിയതുപോലെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെന്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല ചൂടായിട്ടുള്ള കുക്കറിലേക്കാണ് നമ്മൾ ഈ കൂട്ടൊഴിക്കുന്നത്. അപ്പം അത് പെട്ടെന്ന് തന്നെ അടച്ച് വെക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കരിഞ്ഞു വരും. നമുക്ക് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സെയിം സ്റ്റെപ്പ് തന്നെ ഒന്ന് ഫോളോ ചെയ്യുക. പക്ഷേങ്കിൽ നമ്മളത് ചൂടായിട്ടുള്ള കുക്കറിലേക്ക് ഒഴിക്കുമ്പോൾ അപ്പോൾ തന്നെ അടച്ച് വെക്കണം. അപ്പോൾ നമ്മുടെ കലത്തപ്പം ഇപ്രാവശ്യം സക്സസ് ആയി വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ആക്ച്വലി നമുക്കതൊരു അബദ്ധം പറ്റിയതാണ്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ കൂട്ടൊഴിച്ചപ്പോൾ കുറച്ച് ടൈം അതിൻ്റെ വീഡിയോ ടൈം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമാണിത് മാക്സിമം ഇതായി വരുന്നത്. കാരണം അത്രയ്ക്ക് ചൂടുള്ള ടൈമിലാണ് നമ്മൾ ഇത് മാവ് ഒഴിക്കുക. അപ്പം പെട്ടെന്ന് തന്നെ അടച്ചു വെക്കുക. എന്നിട്ട് സ്റ്റീം വരുന്ന ടൈം തന്നെ ഇതിൻ്റെ ഫ്ലെയിം ലോ ആക്കി വെക്കുക. എന്നിട്ടൊരു 8 മിനിറ്റ്സിനുള്ളിൽ ഇതാവും, ഈ ഒരു രൂപത്തിലേക്കാവും. അപ്പം നമുക്ക് നോക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ജെല്ലി ഫോമാറ്റിൽ ആ സാധനം വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ്. ഉള്ളിലൊക്കെ നല്ല ആരൊക്കെ നിറഞ്ഞ് എയറൊക്കെ കയറുന്ന രീതിയിലുള്ള നല്ലൊരു സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ശരിക്കും ഇതിൻ്റെ പാകം വരുന്നത്. ഇത് കണ്ടല്ലോ, നമ്മളിത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ റീബൗണ്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പം ഇത് നല്ലൊരു രൂപത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പം എല്ലാവരും ഈ ഒരു ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ പോലെ അബദ്ധങ്ങളൊക്കെ ഒഴിവാക്കി നല്ലൊരു രീതിയിൽ ട്രൈ ചെയ്ത് നിങ്ങൾ എൻജോയ് ചെയ്യുക ഈ ഡിഷ്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ സൈനിങ് ഓഫ്.